ടാസ്കിൽ വിജയിക്കാനാകാതെ മത്സരാർത്ഥികൾ. ഈ ആഴ്ച 2 പേർ പുറത്താകുമോ? ഓമനപ്പേർ ടാസ്കിൽ ഏറ്റവും കൂടുതൽ ഓമനപ്പേർ കിട്ടിയത് ആർക്കൊക്കെ? ഈ മണിക്കൂറുകളിലെ വോട്ടിംഗ് പുരോഗതി എന്ത്? എല്ലാം ചർച്ച ചെയ്യാം. ഡേ 3-ലെ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് മസ്റ്റ് ആയിരിക്കണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്ഡേറ്റിനും ലൈവ് റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആയി നമുക്ക് ഈ മണിക്കൂറുകളിലെ വോട്ടിംഗ് പുരോഗതിയിലേക്ക് പോകുന്നതിന് മുമ്പ് മണിപ്പൂർ ടാസ്കിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. മണിപ്പൂർ ടാസ്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ടാസ്ക് ലെറ്റർ വരും. ആ ടാസ്ക് ലെറ്ററിനകത്ത് പറയുന്നത് ഒരു ബോളിനകത്ത് 6 ചീട്ടുകൾ ഉണ്ടാകും. ടാസ്കിൽ പെർഫോമൻസ് ചെയ്യാൻ പോകുന്നവർ വേണം ഈ ചീട്ടുകൾ എടുക്കാൻ. ടാസ്കിൽ പങ്കെടുക്കുന്നവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില, നൂറയും അക്ബർ ഖാനുമാണ് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ പോകുന്ന ഈ 3 പേരെന്ന് പറയുന്നത്. അതിൽ ഒരു ചീട്ട് ഇവരെല്ലാവരും കൂടി എടുക്കണം എന്നാണ് പറയുന്നത്. 6 ചീട്ടിൽ ഓരോന്നും സമയക്രമവും പോയിൻറ്റുമാണ് എഴുതിയിരിക്കുക. സമയം കുറയുന്നതനുസരിച്ച് പോയിൻറ്റും കുറയുന്നതായിരിക്കും എന്നും പറയുന്നുണ്ട്. 1ാമത്തെ ചീട്ടിനകത്ത് പറയുന്നത് 15 സെക്കൻഡും 600 പോയിൻറ്റും ആണെങ്കിൽ 2ാമത്തെ ചീട്ടിനകത്ത് പറയുന്നത് 16 സെക്കൻഡും 575 പോയിൻറ്റുമാണ് പറയുന്നത്. 3ാമത്തെ ചീട്ടിനകത്ത് പറയുന്നത് 17 സെക്കൻഡും 550 പോയിൻറ്റുമാണ് പറയുന്നത്. 4ാമത്തെ ചീട്ടിനകത്ത് 18 സെക്കൻഡും 525 പോയിൻറ്റും പറയുന്നുണ്ട്. 5ാമത്തെ ചീട്ടിനകത്ത് പറയുന്നത് 19 സെക്കൻഡും 500 പോയിൻറ്റാണ് പറയുന്നത്. ലാസ്റ്റ് ചീട്ടിനകത്ത് 20 സെക്കൻഡും 450 പോയിൻറ്റാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. സമയക്രമവും പോയിൻ്റായിട്ട് ഇങ്ങനെയാണ് ഓർഡറായിട്ട് വന്നിരിക്കുന്നത്. അതിൽ ഒരു ചീട്ട് എടുക്കുന്നുണ്ട് അവരെടുക്കുന്ന ചീട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 സെക്കൻഡും 575 പോയിൻറ്റിൻ്റെ ചീട്ടാണ് അവരെടുക്കുന്നത്. സമയം ഇമ്പോർട്ടൻ്റ് ആണ്. 16 സെക്കൻഡിനുള്ളിൽ എടുക്കണം. എടുത്തില്ലെങ്കിൽ എല്ലാ സാധനങ്ങളും തിരിച്ചു കൊടുക്കണമെന്നും പറയുന്നു. 16 സെക്കൻഡിനുള്ളിൽ 575 പോയിന്റിനുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ 600 പോയിൻ്റൊക്കെ ആയി കഴിഞ്ഞാൽ എത്ര വ്യത്യാസം വന്നോ അത്രയും അത് മാത്രം തിരിച്ചു വെച്ചാൽ മതി. അതാണ് പറയുന്നത്. അതിനനുസരിച്ച് എടുക്കണം. അതായത് ഈ പോയിൻ്റ് എടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇവരെല്ലാവരും 3 പേരും കൂടി ഒരുമിച്ച് കൂടി പ്ലാൻ ചെയ്യുന്നത് എങ്ങനെ എടുക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു കളറ്, അങ്ങനെ ഒരു കളർ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും മാക്സിമം എല്ലാവരും, അതായത് മാക്സിമം പോയിൻ്റുള്ളത് എടുക്കാനല്ല എല്ലാവരും ശ്രമിച്ചത്. അതായത് അതിനകത്ത് ഫുഡിനൊക്കെ വില കുറവാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ എല്ലാം പെറുക്കി മാക്സിമം എടുക്കാൻ അവർ ശ്രമിച്ചു. സമയം കഴിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് ഒന്നും കിട്ടുന്നില്ല. അതായത് ഡ്രസ്സ് ഉൾപ്പെടെ ഒന്നും കിട്ടുന്നില്ല. ആ ടാസ്ക് അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ പോയിൻ്റ് അവിടെ നഷ്ടമായി. അതെല്ലാം തിരിച്ചു വയ്ക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. അത് പ്രകാരം അവിടെ തിരിച്ചു വയ്ക്കുന്നുണ്ട്. ഓക്കെ. പിന്നീട് കാണിക്കുന്നത് അവർക്ക് ബിഗ് ബോസിൽ ഇടാൻ വേണ്ടിയിട്ട്, അപ്പോൾ 2 ദിവസം കൊണ്ട് അവർ ഒരേ ഡ്രസ്സാണല്ലോ ഇടുന്നത്. അപ്പോൾ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അവർക്ക് ഇടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് വേറെ ഡ്രസ്സ് കൊടുത്തയക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് സൂപ്പറായിട്ടാണ് അവരിയ്ക്കുന്നത്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക് കൊടുക്കുകയാണ്. അതായത് 4 പേര് ഔട്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പുറത്താണ് ഇവർ കിടക്കേണ്ടത്. അതായത് പുറത്ത് കിടക്കുന്നവർക്ക് അകത്തേക്ക് കയറാനും പാടില്ല. അതാണ് പറയുന്നത്. ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടാകാൻ പോകുന്ന, അതായത് ഔട്ടാകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന 4 പേരെ സെലക്ട് ചെയ്യാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി 4 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 പേരും അവർ അന്നത്തെ ദിവസം പുറത്താണ് കിടക്കേണ്ടത്. ഈ ടാസ്ക് കഴിയുന്നവരെ, അതായത് വെള്ളിയാഴ്ച വരെ ഇവർ പുറത്താണ് കിടക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് അകത്തേക്കും കയറാൻ പറ്റില്ല. അതായത് അകമായിട്ട് ഇവർക്കൊരു ബന്ധം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവർ 4 പേരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഔട്ടാകണം. അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഇവർ 4 പേരും കൂടി പ്ലാൻ ചെയ്ത് ആരെങ്കിലും ഒരാൾ കളയണമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരും ഇന്നലെ സുഖമായിട്ട് തന്നെ കടന്നുറങ്ങിയിട്ടുണ്ട്. ഷാനവാസൊക്കെ സുഖമായിട്ട് കടന്നുറങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ളവർക്ക് ഇവരെ നിരീക്ഷിക്കാം. ഹെൽപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവർക്ക് ഇവരെ നിരീക്ഷിക്കാം. അതായത് ഇവർ ഉറങ്ങുകയാണെങ്കിൽ അതായത് അകത്ത് കയറി കടന്നുറങ്ങുകയാണെങ്കിൽ ഇവരെ കട്ടിലോടെ തൂക്കിയെടുത്തത് പുറത്തേക്ക് കൊണ്ടുവരാമെന്നും പറയുന്നുണ്ട്. ആ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവർ നീക്കുകയാണെങ്കിൽ ലൈറ്റ് കത്തും. അപ്പോൾ ഇവർക്ക് അതായത് ഗെയിം അതായത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് ഇന്നലെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നുണ്ടായി. ഒരു 5.5 വരെയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്കറിയാം, മനസ്സിലായി കാണും.
പക്ഷേ ഇതിനകത്ത് ടാസ്ക് കാര്യങ്ങളൊന്നും നന്നായിട്ട് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരാരെങ്കിലും ഒരാളെ 3 പേരും കൂടിയിട്ട് ഒരാളെ പ്ലാൻ ചെയ്തിട്ട് ഇവർ ഔട്ടാക്കൊന്നും തോന്നുന്നില്ല. ചിലരൊക്കെ നന്മമാരം കളിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. ഈ ഗെയിം ഇങ്ങനെയല്ല ശരിക്കും കളിക്കേണ്ടത്. ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ 4 പേരുണ്ടല്ലോ, ഈ 4 പേരും കൂടിയിട്ട് ഒരാളെ ഔട്ടാക്കാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കണം. അതായത് ഉറങ്ങാതിരുന്ന് ഇവരെ നിരീക്ഷിച്ച് എങ്ങനെയെങ്കിലും ഔട്ടാക്കാൻ ശ്രമിക്കണമായിരുന്നു. ഇത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് അങ്ങോട്ട് പോയി നടക്കുന്നുണ്ട്, കുറേ പേര് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്, കുറേ പേര് സുഖമായിട്ട് കടന്നുറങ്ങുന്നത്. ഇതാണ് അതിനകത്ത് നടക്കുന്നത്. ശരിക്കും പറഞ്ഞ ഈ ഗെയിം ഇങ്ങനെയല്ല കളിക്കേണ്ടത്. പിന്നെ അതിന് ശേഷം അതിൻ്റെ ഇടയിൽ അപ്പാനിയും നമ്മുടെ അനീഷുമായിട്ട് വീണ്ടും കൊമ്പ് കോർക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ വഴക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ചിലപ്പോൾ ഈ വീക്കിൽ 2 പേര് പോകാൻ ചാൻസ് ഉണ്ട്. അത് 2 പേര് പോകുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 2 പേര് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു ചാൻസാണ്. കാരണം ഇതിൽ നന്നായിട്ട് കളിക്കാത്തവരെ എടുത്ത് കളയാൻ പറ്റിയൊരു ചാൻസാണ്. ഇനിയൊരു ഇതുപോലുള്ളൊരു ചാൻസ് 8 പേര് വന്ന ഒരു നോമിനേഷൻ ഇനി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതൊരു ചാൻസാണ്. അപ്പോൾ ഇതിൽ ഒരു കളയുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഗെയിം കളിക്കാത്തവരെ നോക്കി എടുത്ത് കളയുകയാണ് നല്ലത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ബിഗ് ബോസ് വീട്ടിലൊരു ടാസ്ക് നടന്നിരുന്നു. ഓമനപ്പേരെന്ന് പറഞ്ഞ ടാസ്ക് നടക്കുകയുണ്ടായി. ആ ടാസ്കിൽ പ്രകാരമാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ എടുത്തിട്ട് ഒരു പേര് നൽകാം, ഇഷ്ടമില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് ഒരു പേര് നൽകാം, അങ്ങനെയും പറയുന്നുണ്ട്. എന്നിട്ട് ഇഷ്ടമുള്ള ആളെ ആർക്കാണോ കിട്ടിയത് അവർക്ക് ആ ഇഷ്ടമുള്ള ഒരു പേരെടുക്കാം. ഏറ്റവും ഇഷ്ടമില്ലാത്ത ആർക്കാണോ കിട്ടിയത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞ ഓമന പേരുണ്ടാവില്ല അവർക്ക്, ആ പേര് തിരഞ്ഞെടുക്കാമെന്നും പറയുന്നുണ്ട്. അതായിരിക്കും പിന്നെ ഭാവിയിൽ അവർ വിളിക്കുക എന്നും ഈ ടാസ്കിനകത്ത് നിബന്ധനയിൽ പറയുന്നുണ്ട്. അതിനകത്ത് അനീഷ് നന്നായിട്ട് വെറുപ്പിക്കാനായി ഈ ടാസ്ക് നടക്കുന്നതിന് മുമ്പ് അനീഷ് കുറേ വെറുപ്പിക്കാൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതിനുശേഷം ആ ടാസ്കിനകത്ത് നന്നായിട്ട് വെറുപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അനീഷിൻ്റെ ഭാഗത്തു നിന്ന്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഒരു ടാസ്ക്കാണ്, ആ സ്പിരിറ്റിൽ എടുക്കുകയാണ് വേണ്ടത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വെറുപ്പിക്കലായിരുന്നു. ലൈവ് കണ്ടവർക്കറിയാം, ഫുൾ അനീഷ് ആ സമയത്ത് ഫുൾ വെറുപ്പിക്കലായിരുന്നു. ടാസ്ക് തുടങ്ങുന്ന സമയത്താണെങ്കിലും ടാസ്കിന് മുമ്പാണെങ്കിലും അനീഷ് ഒരുപാട് വെറുപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് നമ്മുടെ ശൈത്യയും അനീഷും വീണ്ടും തമ്മിൽ വഴക്കാവുന്നുണ്ട്. അത് വലിയ വഴക്കൊന്നും ആകുന്നില്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലൊരു വഴക്കായിട്ടാണ് മാറുന്നത്. ഇനി നമുക്ക് ഓമനപ്പേർ ടാസ്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓമനപ്പേര് ടാസ്ക് ഇപ്രകാരമായിരുന്നു. ആദ്യം ശരത്ത് അതായത് അപ്പാടി ശരത്ത് വരുന്നു. അപ്പാടി ശരത്ത് വന്നിട്ട് ഇഷ്ടമുള്ള ആളെ പറയുന്നു. ആദ്യം ഇഷ്ടമുള്ള ആളെ പറയുന്നു. ആര്യനെയാണ് ഇഷ്ടം എന്ന് പറയുന്നു. ആര്യന് ചിരിക്കുടുക്ക എന്നുള്ള പേരാണ് ഇഷ്ടമുള്ള ആൾക്ക് പേര്. ആര്യന് ചിരിക്കുടുക്ക എന്നുള്ള പേരാണ് വയ്ക്കുന്നത്. അനീഷിനെയാണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് പറയുന്നത്. അപ്പോൾ അനീഷിൻ്റെ പേര് മുള്ളം പന്നി എന്നാണ് പറയുന്നത്. പിന്നീട് രഞ്ജിത്താണ് വരുന്നത്. രഞ്ജിത്ത് വന്നിട്ട് ആദില നൂറേനെ പറയുന്നു. പൂമ്പാറ്റകളായിട്ടാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇഷ്ടമുള്ള ആളായിട്ട് ആദില നൂറയെ പറയുന്നു, ഇഷ്ടമില്ലാത്ത ആളായിട്ട് റെനയെ പറയുന്നു. പിന്നീട് ബിന്നിയാണ് വരുന്നത്. ബിന്നി വന്നിട്ട് അനീഷിനെയാണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് പറയുന്നത്. ചൊറിയൻ പുഴു എന്നാണ് പേര് വയ്ക്കുന്നത്. ഇഷ്ടമുള്ള ആളെന്ന് പറയുന്നത് സരികേന മാധുരി എന്ന പേരാണ് കൊടുക്കുന്നത്. പിന്നീട് RJ ബിൻസി വരുന്നു. ബിൻസി വന്നിട്ട് ഇഷ്ടമില്ലാത്ത ആളെ അനീഷായിട്ടാണ് പറയുന്നത്. ഫേക്ക് കുട്ടൻ എന്നാണ് പേര് കൊടുക്കുന്നത്. പിന്നെ ഇഷ്ടമുള്ള ആളായിട്ട് അനുമോളെ പറയുന്നു. പാവക്കുട്ടി എന്ന പേര് നൽകുന്നു. പിന്നീട് നിവിൻ വരുന്നു. അനീഷിനെ പറയുന്നു ഇഷ്ടമില്ലാത്ത ആളായിട്ട് കുന്നി അങ്ങനെയാണ് പറയുന്നത്. അനുമോളെ ഇഷ്ടമുള്ള ആളായിട്ട് പറയുന്നു ക്യൂട്ടിപ്പൻ എന്നാണ് പറയുന്നത്. പിന്നീട് റെന വരുന്നു. റെന വന്നിട്ട് ഗിസലിനാണ് പറയുന്നത്. ഗിസലിനെയാണ് ഇഷ്ടമുള്ള ആളായിട്ട് പറയുന്നത്. ചങ്ക് എന്നാണ് പേര് കൊടുക്കുന്നത്. പിന്നെ ഇഷ്ടമില്ലാത്ത ആളായിട്ട് നമ്മുടെ ഒനേൽ സാബുവിനെ പറയുന്നു. അടുക്കള വീരൻ എന്നാണ് പേര് കൊടുക്കുന്നത്. പിന്നെ ആര്യം വരുന്നു. ആര്യം വന്നിട്ട് ഇഷ്ടമുള്ള ആളായിട്ട് നമ്മുടെ ശരത്തിന് പറയുന്നു. അപ്പുക്കുട്ടൻ എന്നാണ് പേര് വയ്ക്കുന്നത്. ഇഷ്ടമില്ലാത്ത ആളായിട്ട് രഞ്ജിത്തിനെ പറയുന്നു. മുഷ്ണി എന്നാണ് പേര് കൊടുക്കുന്നത്. പിന്നീട് ഒനേൽ സാബു വരുന്നു. ഒനേൽ സാബു ഇവിടെയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇഷ്ടമുള്ള ആളായിട്ട് പറയുന്നത് നമ്മുടെ റെനേനെ ഇഷ്ടമൊന്നും അല്ല ഒനേൽ സാബുവിന്, എങ്കിലും റെന എന്ന് പറഞ്ഞു. സെറലക്സ് എന്ന ഒരു പേരാണ് വയ്ക്കുന്നത്. അങ്ങനെ എന്തോട്ട് ഒരു പേരാണ് വയ്ക്കുന്നത്. ഇഷ്ടമില്ലാത്ത ആളായിട്ട് അനീഷിനെയാണ് പറയുന്നത്. റേഡിയോ പോലെ പറയുന്ന ഒരാൾ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അക്ബർ വരുന്നു. ഇഷ്ടം ഇല്ലാത്ത ആളായിട്ട്, അതായത്
ഇഷ്ടമുള്ള ആളായിട്ട് നമ്മുടെ ഒനൽ സാബുവിനെയാണ് പറയുന്നത്. മിസ്റ്റർ പെർഫെക്റ്റ് എന്നാണ് പേര് കൊടുക്കുന്നത്. ഇഷ്ടമില്ലാത്ത ആളായിട്ട് രേണുവിനെ പറയുന്നു. സെപ്റ്റിക് ടാങ്ക് എന്നാണ് പേര് കൊടുക്കുന്നത്. പിന്നീട് ഷാനവാസ് വരുന്നു. ഇഷ്ടമുള്ള ആളായിട്ട് രഞ്ജിത്തിനെയാണ് പറയുന്നത്. പേരൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അക്ബർ ഖാനെ ഇഷ്ടമില്ലാത്ത ആളായിട്ട് പറയുന്നു. ടുട്ടുമാൻ എന്ന പേര് കൊടുക്കുന്നു. പിന്നീട് അബി വരുന്നു. അബി വന്നിട്ട് ഒനൽ സാബുവിന് ഇഷ്ടമുള്ള ആളായിട്ട് പറയുന്നു. മച്ച എന്നാണ് പറയുന്നത്. രഞ്ജിത്തിനെ ഇഷ്ടമില്ലാത്ത ആളായിട്ട് പറയുന്നു. ഇരുതല ഭൂരി എന്നാണ് പേര് കൊടുക്കുന്നത്. പിന്നീട് ശൈത്യ വരുന്നു. ശൈത്യ വന്നിട്ട് ഇഷ്ടമില്ലാത്ത ആളായിട്ട് പറയുന്നത് അനീഷിനെയാണ് പറയുന്നത്. ടിൻറ്റുമോൾ അതായത് വെറുപ്പീര് എന്നാണ് ഉദ്ദേശിച്ചത്. ഇഷ്ടമുള്ള ആളായിട്ട് നമ്മുടെ അനുമോളെ പറയുന്നു. പിങ്കി എന്നാണ് പേര് കൊടുക്കുന്നത്. പിന്നീട് ശാരിക വരുന്നു. ആദില നൂറിനെ ഇഷ്ടമാണെന്ന് പറയുന്നു. ബ്ലൂലെ മൂൺ എന്നാണ് പറയുന്നത്. സിനിമയുടെ ഒരു ഇതിലെടുത്തിട്ടാണ് പറയുന്നത്. പിന്നീട് അനീഷിനെയാണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് പറയുന്നത്. അട്ടർ വേസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നെ രേണുസുതി വരുന്നു. രേണുസുതി വന്നിട്ട് ആദില നൂറേനെ പറയുന്നു ഇഷ്ടമുള്ള ആളായിട്ട്. ഇഷ്ടമില്ലാത്ത ആളായിട്ട് അക്ബർ ഖാനെയാണ് പറയുന്നത്. പേപ്പട്ടി അതായത് വേട്ടപ്പട്ടി, പേപ്പട്ടിയല്ല വേട്ടപ്പട്ടി എന്നാണ് പേര് കൊടുക്കുന്നത്. പിന്നീട് സരിക വരുന്നു. സരിക വന്നിട്ട് രഞ്ജിത്തിനാണ് പറയുന്നത് ഇഷ്ടമില്ലാത്ത ആളായിട്ട്. റെനേനെ ഇഷ്ടമുള്ള ആളായിട്ട് പറയുന്നുണ്ട്. പിന്നീട് അനുമോൾ വരുന്നു. അനുമോൾ വന്നിട്ട് കുറേ ഇതൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഒരു പേര് പറയണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ആളായിട്ട് നവീനെയാണ് പറയുന്നത്. അപ്പോൾ നവീൻ എന്നെയോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നവീനെ ഉണ്ണിക്കുട്ടൻ എന്നാണ് പേര് കൊടുക്കുന്നത്. ഇഷ്ടമില്ലാത്ത ആളായിട്ട് നമ്മുടെ അക്ബറിനെ പറയുന്നു. പാഷാണക്രമി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഗിസൽ വരുന്നു. ഗിസൽ വന്നിട്ട് ഇഷ്ടമില്ലാത്ത ആളായിട്ട് നമ്മുടെ അപ്പാനിയെ പറയുന്നു. അപ്പാനിയെ റൗഡിയാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. റൗഡി തരം കാട്ടുന്ന ഒരാളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഇഷ്ടമുള്ള ആളായിട്ട് നമ്മുടെ ആര്യനെ പറയുന്നു. കൺമണി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നീട് ആദില നൂറ വരുന്നു. ശരത്തിന് ഇഷ്ടമുള്ള ആളായിട്ട് പറയുന്നു. അണ്ണാരക്കണ്ണനെ പോലെയാണെന്ന് പറയുന്നുണ്ട്. അത് പേര് കൊടുക്കുന്നത്. പിന്നീട് അനീഷിന് ഇഷ്ടമില്ലാത്ത ആളായിട്ട് പറയുന്നു. മിസ്റ്റർ അപ്പി എന്നാണ് പേര് വെച്ചിരിക്കുന്നത്. പിന്നീട് അനീഷ് വരുന്നു. അനീഷ് വന്നിട്ട് റെനയാണ് പറയുന്നത്. റെനേനെ ഇഷ്ടമുള്ള ആളായിട്ട് പറയുന്നു. പൂവിനെ പോലെ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അനുവാളെ ഇഷ്ടമില്ലാത്ത ആളായിട്ട് അനു പറയുന്നു. ഇത്രയാണ് ഓമന പേരുകൾ. അങ്ങനെ ഓമന പേര് ടാസ്ക് അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓമന പേര് അങ്ങനെ ടാസ്ക് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓമനപ്പേര് കിട്ടിയതും അതുപോലെ തന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ആളായിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനീഷിനാണ്. 8 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അനുമോൾക്കും ആദില നൂറയ്ക്കും 3 കിട്ടിയത്. ഇത്രയാണ് ടാസ്കിനകത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നീട് അനീഷ് പറയുന്നു, ഞാൻ മുള്ളം പന്നി എന്ന പേരാണ് ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്നെ അങ്ങനെ വിളിച്ചാൽ മതി എന്നാണ് അനീഷ് പറയുന്നത്. അപ്പോൾ ഇനി അനീഷിനെ എല്ലാവരും മുള്ളം പന്നി എന്ന പേരിലാണ് അനീഷ് അറിയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതുവരെ ലൈവിൽ നടന്ന സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നി, ഇന്നത്തെ ലൈവ് കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഈ മണിക്കൂറുകളിലെ വോട്ടിംഗ് പുരോഗതി എന്താണെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. 8 പേരാണല്ലോ ഈ ആഴ്ച നോമിനേഷൻ ചെയ്യപ്പെട്ട 8 മത്സരാർത്ഥികളാണുള്ളത് നമുക്ക് മുന്നിലുള്ളത്. അവർക്ക് വോട്ട് ചെയ്യാനുള്ള പാനൽ ഇപ്പോഴും ഓപ്പൺ ആണ്. വെള്ളിയാഴ്ച രാത്രി 12 മണി വരെയാണ് വോട്ടിംഗ് പാനൽ ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതും നിങ്ങൾ ഓർമ്മിക്കുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി അവിടെ നിലനിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് District+Hotstar ആപ്പിൽ കയറി വോട്ട് രേഖപ്പെടുത്തുക. ഓരോ ദിവസം ഓരോ വോട്ട് എന്ന രീതിയിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വോട്ടിംഗ് പുരോഗതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് ഇപ്പോഴും അനുമോൾ തന്നെയാണ് തുടരുന്നത്. നല്ലൊരു മുന്നേറ്റം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടക്കം മുതലും അനുമോൾ തന്നെയായിരുന്നു, ഇപ്പോഴും അനുമോൾ തന്നെയാണ് 1ാം സ്ഥാനത്ത്. തൊട്ട് പുറകിൽ, അതായത് അനുമോളിൻ്റെ തൊട്ട് പുറകിൽ 1 ഇഞ്ച് വ്യത്യാസത്തിലാണ് രേണുസുതിയാണ് തുടരുന്നത് 2ാം സ്ഥാനത്ത്. രേണുസുതി ഇന്നലെയൊക്കെ 3ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഇന്ന് ഒരു പടി മുന്നിലേക്ക് കയറി വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. രേണുസുതി 2ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഗിസലാണ് 3ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു മുന്നേറ്റം കാണാനായിട്ട് ഗിസലിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു മുന്നേറ്റം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3ാം സ്ഥാനത്ത് നിന്നിരുന്ന ആര്യന് 4ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 1 ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് 4ാം സ്ഥാനത്തേക്ക് ആര്യൻ തള്ളപ്പെട്ടിരിക്കുന്നത്. ശൈത്യ മുൻപൊക്കെ നല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മണിക്കൂറുകളിൽ നല്ല വോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ശൈത്യയ്ക്ക് ഇപ്പോൾ കുറച്ച് വോട്ട് കുറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 5ാം സ്ഥാനത്തേക്ക് ശൈത്യ വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.
പിന്നെ 7ാം സ്ഥാനത്ത് ഇന്നലെയും കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ മുൻഷി രഞ്ജിത്ത് 6ാം സ്ഥാനത്തേക്ക് കയറി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം തന്നെയാണ് മുൻഷി രഞ്ജിത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6ാം സ്ഥാനത്ത് തന്നെ ശാരികയ്ക്ക് 7ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ശാരികയുടെ അവസ്ഥ ഒരു മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് തുടക്കം മുതലേ ഉണ്ടായിരുന്ന നിവിൻ തന്നെയാണ് ഇപ്പം ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇതിൽ നിന്ന് 1ഓ 2ഓ പേരോ പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. ബിഗ് ബോസ് അൺപ്രെഡിക്റ്റബിൾ ആണ്. ആര് വേണമെങ്കിലും പോകാം, ചിലപ്പോൾ എവിക്ഷൻ ഇല്ലാതിരിക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതൊക്കെ നമുക്ക് ലാലേട്ടൻ വരുന്ന വീക്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആരൊക്കെ പോകുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സ് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ എന്തായാലും നല്ലൊരു ഗെയിം, അതായത് നല്ലൊരു ടാസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബിഗ് ബോസിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും കുറേ പേരൊക്കെ നന്മമരം കളിക്കുന്നതും സേഫ് ഗെയിം കളിക്കുന്നതും അതുപോലെ തന്നെ കൂട്ടം കൂടി ചർച്ച ചെയ്തിട്ട് കളിക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കോംബോ വർക്കുള്ളതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സീസൺ തുടങ്ങിയതല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാം ഇനി വരും ദിവസങ്ങളിലൊക്കെ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. എന്തായാലും ഇതുവരെയൊക്കെ നോക്കിയിട്ട് നല്ലൊരു സീസൺ തന്നെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത അപ്ഡേഷൻ എന്തെങ്കിലും പ്രൊമോസൊക്കെ വരുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ കിട്ടുമ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. വോട്ടിംഗ് അപ്ഡേറ്റിൻ്റെ അതും കിട്ടുമ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരെയും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.